കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗം നിരീക്ഷിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നിയമസഭാ പുസ്തകോത്സവ സംവാദത്തിൽ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി. വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കുകയും റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗ് കടന്നുപോകാൻ വാഹനങ്ങൾ എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗം കണക്കാക്കുകയും ചെയ്യും. അമിത വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കി. മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിൽ കെഎസ്ആർടിസി ഡ്രൈവർമാർക്ക് ഒരിളവും ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു. ഡ്രൈവർക്ക് ഈ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ യാതൊരു എക്സംഷനും ഇല്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടെന്ന് അവർക്കുണ്ട്. അത് മാറ്റാം. അവരുടെ ട്രെയിനിങ് ഇപ്പോൾ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയും ട്രാഫിക് നിയമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തുടങ്ങുന്നുണ്ട്. ഈ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായി പാർക്കിംഗ് ഒരു വിഷയമായി മാറാൻ പോവുകയാണ്. പാർക്കിംഗ് ഇതിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. പാർക്കിംഗ് എങ്ങനെ പാർക്ക് ചെയ്യുന്നു നോക്കിയിട്ടാണ്. ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുത്ത ആളാണ്. ഞാൻ ഈ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. അവിടെ രണ്ട് വണ്ടികളുടെ ഇടയിൽ റിവേഴ്സ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്യാം. റിവേഴ്സ് പാർക്കിംഗ് അത് ചെയ്ത് കാണിക്കണം. പിന്നെ അങ്ങനെ പോകുമ്പോൾ പറയും ഇവിടെ പാർക്ക് ചെയ്യുമെന്ന് പറയും. സൈഡ് പാർക്കിംഗ് അവിടെ ആ ബോക്സിൽ കയറ്റി പാർക്ക് ചെയ്യണം. ചില സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യുന്നവർ അപ്പം നമ്മൾ അവരോട് പറയണം നോ പാർക്കിംഗ് ആണ്, ഇടൂല എന്ന് പറയണം. അല്ല ഇടാൻ തുനിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഇറക്കി വിടും. അപ്പം അതുകൊണ്ട് പാർക്കിംഗ് ഇതിൻ്റെ ഭാഗം